everyone. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എം.കോം സെക്കൻഡ് സെമസ്റ്റർ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് QT എന്ന പേപ്പറിലെ ഫസ്റ്റ് ബ്ലോക്കിൽ 4th യൂണിറ്റ് ആയിട്ടുള്ള നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ നമ്മൾ പ്രീവിയസ് ക്ലാസ്സസ് ആയിട്ട് QTയുടെ ബേസിക്സും അതുപോലെ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും പോയിസൺ ഡിസ്ട്രിബ്യൂഷനും പറഞ്ഞു. ഇനി വരുന്നത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. Normal distribution, it is the most useful theoretical distribution for continuous variable. So normal distribution is a continuous distribution. The normal distribution is useful in statistical inferences, in characterizing uncertainties in many real life situations, and in approximating other probability distribution. So in normal probability distribution like നമ്മുടെ ബൈനോമിയലിനെയും പോയിസണിനെയൊക്കെ അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെയൊക്കെ ലിമിറ്റിംഗ് ഫാക്ടേഴ്സ് നമുക്ക് ഇവിടെ സോൾവ് ചെയ്യാൻ പാകത്തിന് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും. And your normal probability distribution is first discovered by de Moivre in 1733 as the limiting form of the binomial distribution. ഒരു ലിമിറ്റിംഗ് ഫോം ആയിട്ടാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷനെ കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹൈറ്റ്, വെയ്റ്റ് ആൻഡ് ഡയമെൻഷൻസ് ഓഫ് എ പ്രോഡക്റ്റ് ആർ സം ഓഫ് ദ കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ വിച്ച് ആർ ഫൗണ്ട് ടു ബി നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ട് ഇങ്ങനെ വരുന്ന ഹൈറ്റ്, വെയ്റ്റ്, ഡയമെൻഷൻസ് ഒക്കെയാണ് കാര്യമായിട്ടും വരുന്നതെന്ന് പറയുന്നുണ്ട്. അതുപോലെയുള്ള നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ളത്. And this knowledge helps us in calculating the probability of different events in varied situations, which in turn is useful in decision making. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് റിയൽ ലൈഫിൽ ഒരു പ്രോബ്ലം സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം കേട്ടോ. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഉണ്ട്, ഒരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കർവ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ബോർഡിൽ വരച്ച് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അതായത് നോർമൽ കർവ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് കർവ് ആണ്. അതുപോലെ ഒരു ബെൽ ഷേപ്ഡ് ആണ്. അത് സിമെട്രിക്കൽ അബൌട്ട് ദ മീൻ. അതുപോലെ മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആർ ഈക്വൽ. ഒരു നോർമൽ കർവിൻ്റെ സെൻട്രൽ പീക്കിൽ വരുന്നത് ആ ഒരു ഇതിലായിരിക്കും മീനും മീഡിയനും മോഡൊക്കെ വരിക. അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് നോർമൽ കർവ് ഈസ് at its maximum at the mean. മീനിലക്കാരം മാക്സിമം ഹൈറ്റ് വരുന്നത്. There is only one maximum point which occurs at the mean. ഒരു മാക്സിമം പോയിന്റേ ഉണ്ടാവുള്ളൂ. And the ordinate at the mean divides the whole area into two equal parts. So ഏറ്റവും അപ്പറിൽ ഇത് ഏറ്റവും പീക്കായിട്ട് വരുന്ന മീൻ ആകുമ്പോൾ തിരിച്ചും ഇങ്ങോട്ടും ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും ഈക്വൽ പാർട്സ് ആയിട്ട് മീന് ആ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവിലെ ആ ഒരു ഏരിയനെ എന്താണ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ദ ഏരിയ അറ്റ് ദ റൈറ്റ് ഓഫ് ദ കോർഡിനേറ്റ് ആൻഡ് ദ ലെഫ്റ്റ്. അത് ടോട്ടൽ വണ്ണക്കാരം ആ ഒരു കർവിൽ ഇങ്ങോട്ട് 0.5 ഇങ്ങോട്ട് 0.5 ടോട്ടൽ 1 വരിക എന്ന് പറയുന്നുണ്ട്. ദ കർവ് ഈസ് അസിംപോട്ടിക് ടു ദ ബേസ് ഓൺ എയ്തർ സൈഡ്. അതായത് അത് ബേസിൽ ടച്ച് ചെയ്യുന്നില്ല, അസിംപോട്ടിക് ആയിട്ടാണ്. ഞാൻ വരച്ച് കാണിച്ചു തരാം. ജസ്റ്റ് ഇതിപ്പോൾ ഫീച്ചേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. Then the coefficient of skewness is beta 0 ആയിട്ടാണ് വരുന്നത്. നോർമൽ കർവ് ഈസ് യൂണി മോഡലാണ്. ഇറ്റ് ഹാസ് ഓൺലി വൺ മോഡ് എന്നുള്ളതാണ്. അങ്ങനെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. ദ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഒക്കേഴ്സ് അറ്റ് മ്യൂ പ്ലസ് ഓർ മൈനസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നുണ്ട്. നോ പോർഷൻ ഓഫ് ദ കർവ് ലൈസ് ബിലോ ദ എക്സ് ആക്സിസ്. എക്സ് ആക്സിസിന് താഴെ ഒരു പോർഷനും ആ ഒരു കർവിൽ വരില്ല എന്നുള്ളത് പറയുന്നുണ്ട്. ദെൻ തിയററ്റിക്കലി ദ റേഞ്ച് ഓഫ് ദ നോർമൽ കർവ് എന്ന് പറയുന്നത് -∞ ടു +∞ ആണ്. അതായത് അതിന് എന്താണ് ഇല്ല എന്നാണ്, അറ്റമില്ല, എൻഡ് ഇല്ല എന്നുള്ള രീതിയിലാണ് തിയററ്റിക്കലി പറയുന്നത്. ബട്ട് പ്രാക്ടിക്കലി നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ ഇൻഫിനിറ്റ് ആയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല. പ്രാക്ടിക്കലി ദ റേഞ്ച് ഈസ് -3 ST ടു +3 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരെയാണെന്നുള്ളതാണ്. നമ്മൾ പ്രാക്ടിക്കലി നമ്മൾ അങ്ങനെയാണ് എടുക്കുന്നത്. 3 to 3 എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. അതുപോലെ തന്നെ യൂട്ടിലിറ്റി ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. എന്തൊക്കെയാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ വരുന്നത് മോസ്റ്റ് ഓഫ് ദ ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, നമ്മുടെ ബൈനോമിയലും പോയിസണും ഒക്കെ ടെൻ ടു അപ്രോക്സിമേറ്റ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആസ് n ബിക്കം ലാർജ്. n ലാർജ് ആവും തോറും നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വരാറുണ്ട്. അതുപോലെ ഓൾമോസ്റ്റ് ഓൾ സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ സച്ച് ആസ് സ്റ്റുഡൻസ് ടി ഡിസ്ട്രിബ്യൂഷൻ, എഫ് ഡിസ്ട്രിബ്യൂഷൻ, സെഡ് ഡിസ്ട്രിബ്യൂഷൻ, chi-square ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമുക്ക് ചെയ്യാനും പഠിക്കാനും ഉണ്ട്. ഇപ്പം നമുക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം പേപ്പറായിട്ട് പഠിക്കാനുണ്ട്. പിന്നെ നമ്മൾ ഫൈനൽ ഇയറിൽ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഇത് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസിൽ നമ്മൾ ഡാറ്റ ഇൻറ്റർപ്രിറ്റ് ചെയ്യാൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടെസ്റ്റുകളൊക്കെ നമ്മൾ സോഫ്റ്റ്വെയർ വെച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ,
ആൻഡ് ഇതിലെല്ലാം കൺഫേം ടു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഫോർ ലാർജ് വാല്യൂസ് ഓഫ് n എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇറ്റ് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ലാർജ് സാമ്പിളിംഗ് തിയറി ടു ഫൈൻഡ് എസ്റ്റിമേറ്റ് ഓഫ് പാരാമീറ്റേഴ്സ് ഫ്രം സ്റ്റാറ്റിസ്റ്റിക്സ് കോൺഫിഡൻസ് ലിമിറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. And in theoretical statistics as well as applied works, many problems can be solved only under the assumption of normal population. അതുപോലെ the normal distribution has numerous mathematical properties which make it popular and comparatively easy to manipulate. The normal curve is reasonably close to many distributions എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ യൂട്ടിലിറ്റീസ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാളിറ്റി കൺട്രോൾ ആൻഡ് ഇൻഡസ്ട്രിയൽ എക്സ്പെരിമെൻസിലെല്ലാം നോർമൽ ഡിസ്ട്രിബ്യൂഷന് യൂസ്ഫുൾ ആണെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫിക്കലി അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളതും അതുപോലെ അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും നമുക്ക് നോക്കാം. നമ്മുടെ ഇതിലെല്ലാം ഓരോ മോഡൽ പ്രോബ്ലംസേ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട് ഉള്ളെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പ്രോബ്ലംസ് എക്സസൈസ് ഏരിയാസിലും അല്ലാതെയൊക്കെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. മാക്സിമം എത്രത്തോളം പ്രോബ്ലംസ് അറ്റൻഡ് ചെയ്യാൻ നോക്കുന്നു അത്രത്തോളം നമുക്ക് മനസ്സിലാക്കാനും അതുപോലെ എക്സാമിന് ആ ഒരു സ്പീഡിൽ ചെയ്യാനൊക്കെ പറ്റും. സോ നമ്മൾ ക്ലാസ്സിൽ പറയുന്ന ക്ലാസ്സിൽ നമുക്കൊരു ഓൺലൈനായിട്ട് നമുക്ക് ലിമിറ്റഡ് ആയിട്ടേ പറയാൻ പറ്റുള്ളൂ. അത് മാത്രം നോക്കാതെ കൂടുതൽ പ്രോബ്ലംസ് PYQs ഒക്കെ നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഒരു പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് വേസ്റ്റ് മെഷർമെന്റ് ഓഫ് 800 ഗേൾസ് ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ അവരുടെ വേസ്റ്റ് മെഷർമെന്റിന്റെ മീൻ വാല്യൂ 66 സെന്റിമീറ്റേഴ്സും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 5 സെന്റിമീറ്റേഴ്സും ആണെന്ന് തന്നു. ദെൻ ഫൈൻഡ് നമ്പർ ഓഫ് ഗേൾസ് വിത്ത് വെയ്റ്റ്സ് ബിറ്റ്വീൻ 65 സെന്റിമീറ്റർ ആൻഡ് 70 സെന്റിമീറ്ററിനകത്ത് വേസ്റ്റ് മെഷർമെന്റ് വരുന്ന 800 ആളുകളിൽ നിന്നും 65ന്റെയും 70 സെന്റിമീറ്റേഴ്സിന്റെയും ഇടയിൽ വേസ്റ്റ് മെഷർമെന്റ് വരുന്ന ഗേൾസിന്റെ നമ്പറും അതുപോലെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 72 സെന്റിമീറ്റർ 72 സെന്റിമീറ്ററും ദെൻ അതിൽ കൂടുതലും വേസ്റ്റ് മെഷർമെന്റ് വരുന്ന ഗേൾസിന്റെ നമ്പറുമാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ സൊല്യൂഷനിലേക്ക് വരുമ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് മീൻ വാല്യൂവും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ദെൻ വേസ്റ്റ് നമുക്കിപ്പോ ഇതിൽ തന്നിട്ടുള്ളത് 65ന്റെയും 70ന്റെയും 72ന്റെയും നമുക്ക് ആദ്യം കണ്ടുവെക്കാം. എന്നിട്ട് നമുക്ക് 1ന്റെയും 2ന്റെയും ആൻസർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ നമ്മുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ Z is equal to x bar minus mu divided by SD എന്നുള്ളതാണ്. സോ mu എന്ന് പറയുന്നത് ഈ മീഡിയൻ മീൻ വാല്യൂവിനെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും എക്സ് ബാർ എന്ന് പറയുന്നത് നമ്മളിവിടെ വേസ്റ്റ് മെഷർമെന്റ് ആക്കി എടുത്തിട്ടുള്ളത്. സോ 65 മൈനസ് 66 ഡിവൈഡഡ് ബൈ 5 ആക്ച്വലി മൈനസ് 0.2 ആണ്. മൈനസ് 0.2 ആണ് ഇവിടെ വരുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക് വാല്യൂ കാണാൻ വേണ്ടിയിട്ട് ടേബിളിൽ നോക്കുമ്പോൾ അതില് മൈനസ് ആണോ പ്ലസ് ആണോ എന്ന് നോക്കുന്നില്ല. സോ നമുക്കതൊരു വിഷയമായിട്ട് വരില്ല. എനിവേ 70 വരുമ്പോൾ 70 മൈനസ് 66 ഡിവൈഡഡ് ബൈ 5 0.8ഉം 72 വരുമ്പോൾ നമുക്ക് 1.2 എന്നുള്ളതുമാണ് വാല്യൂസ് ആയിട്ട് വരിക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 65 to 70 സെന്റിമീറ്റേഴ്സിന് ഇടയിൽ വേസ്റ്റ് മെഷർമെന്റ് വരുന്ന ഗേൾസിന്റെ എണ്ണം. സോ P ഓഫ് Z എവിടെയാണ്? 65ന്റെയും 70ന്റെയും നടുവിലാണ് Z എന്നുള്ള വാല്യൂ വരുന്നത്. അതായത് 0.2 0.8നെക്കാളും 8ന്റെ നടുവിൽ വരുന്നതാണ് P വാല്യൂ. സോ 0.2ന്റെ ടേബിൾ വാല്യൂ നമുക്ക് ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അപ്പൊ എക്സാമിന് നമുക്ക് പോകുമ്പോൾ ഈ വാല്യൂസ് ഒന്നും തന്നോളണം എന്നില്ല. അപ്പൊ നമ്മുടെ ആ ലോഗരിതം ടേബിൾ ഉണ്ടല്ലോ, ലോഗരിതവും ആന്റി ലോഗരിതകളും അതുപോലെ F ഡിസ്ട്രിബ്യൂഷന്റെയും Z ഡിസ്ട്രിബ്യൂഷന്റെയും ഒക്കെ ഇത്തരം ടേബിൾസ് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ലാസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അപ്പൊ ഒരു ലോഗരിതം ടേബിളും കാൽക്കുലേറ്ററും QT എക്സാമിന് നിർബന്ധമാണ്. സോ ഇതിൽ നമ്മൾ 0.2യുടെ വാല്യൂ നോക്കുന്നത് ഈ Z എന്നുള്ളതിൽ 0.2 എവിടെയാ വരുന്നത്? ഓക്കെ, 0.2 കഴിഞ്ഞിട്ട് ബാക്കിയൊന്നുമില്ല. അപ്പൊ 0.2ന്റെ വാല്യൂ 0.0793 എന്നാണ്. നിങ്ങൾക്ക് ഇതിൽ കാണുന്നുണ്ടാവില്ല, പക്ഷെ ടേബിൾ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കോളംസിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 0.073ഉം ഇനി 0.8 വരുന്നത് Z വാല്യൂസ് ഫസ്റ്റ് 0.8 താഴെ വരുന്നു. അതിന്റെ വാല്യൂ 0.2881 എന്നുള്ളതാണ്. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക്
0.3674 എന്ന് കിട്ടും. സോ ഇവിടെ ഞാൻ ഈ ഒരു വരച്ചിട്ടുള്ളത് നോക്കും, നമ്മുടെ മീൻ വാല്യൂ ആണ് സെന്ററിൽ 66 കൊടുത്തത്. 65നും 70ക്കും ഇടയിൽ വേസ്റ്റ് മെഷർമെന്റ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടും വരും. അപ്പോൾ 65 to 66 വരെ ഉള്ളതാണ് ഈ ഒരു വാല്യൂ, അതുപോലെ 66 to 70 വരെ ഉള്ളതാണ് ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇവിടെ -0ന്റെ അപ്പുറത്തേക്ക് -0.2ഉം 0.8ന്റെയും ഈ നടുവിൽ വരുന്നതാണ് നമ്മുടെ ഏരിയ ആയിട്ട് വരുന്നത്. സോ ഇവിടെ നമുക്ക് 0.3674 എന്ന് കിട്ടി. അപ്പോൾ എക്സ്പെക്ടഡ് നമ്പർ ഓഫ് ഗേൾസ് വിത്ത് വേസ്റ്റ് മെഷർമെന്റ് ബിറ്റ്വീൻ 65 and 70 സെന്റിമീറ്റേഴ്സ് എന്ന് പറയുന്നത് എണ്ണമാണ് ചോദിച്ചത്, പെൺകുട്ടികളുടെ എണ്ണം. ഇവിടെ വെച്ച് നിർത്താൻ പാടില്ല കേട്ടോ, അപ്പൊ നമുക്ക് ഫുൾ മാർക്സ് കിട്ടില്ല. നമ്മളോട് പെൺകുട്ടികളുടെ എണ്ണം ചോദിച്ചു, അപ്പൊ നമ്മളതിന് 800, നമ്മുടെ ടോട്ടൽ എൻ 800 ആണെന്ന് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 800 വെച്ചത് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 293.92 എന്ന് പറയും. ഒരു എണ്ണം, പെൺകുട്ടികളുടെ എണ്ണം 293.92 പെൺകുട്ടി എന്ന് പറയുന്നത് ഇല്ലല്ലോ. സോ നമ്മൾ അതിനെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 92 എന്നുള്ളതിന് മാറ്റിയിട്ട് 294 ഗേൾസിന്റെ വേസ്റ്റ് മെഷർമെന്റ്, 800ൽ 294 പേരുടെ വേസ്റ്റ് മെഷർമെന്റ് 65നും 70നും ഇടയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് പോയ്സൺ ഡിസ്ട്രിബ്യൂഷനിൽ ചെയ്യുന്നത്. അതുപോലെ ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 72 സെന്റിമീറ്റേഴ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ രണ്ടാമത് ചോദിച്ചത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 72 സെന്റിമീറ്റേഴ്സ് വേസ്റ്റ് മെഷർമെന്റ് വരുന്ന ഗേൾസിന്റെ എണ്ണമാണ്. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 72, അതായത് പി ഓഫ് Z ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 72ന്റെ വാല്യൂ നമുക്ക് ഇവിടെ 1.2 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ കർവ് നോക്കൂ, നമ്മള് 0 and 1.2 ഇവിടെ വരികയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1.2 എന്ന് പറയുമ്പോൾ 1.2ന്റെ അപ്പുറത്തേക്ക് എത്രത്തോളം ഉണ്ടോ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത് 0യുടെ ഈ ഒരു സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്ക് 0.5ഉം ലെഫ്റ്റ് സൈഡിലേക്ക് 0.5 ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ ഈ 0 കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ളതെല്ലാം 0.5 ആണ്. അതിൽ നമുക്ക് വന്നിട്ടുള്ളത് 1.2ന്റെ ശേഷം വരുന്നത് എന്നുള്ളതാണ്. 1.2യുടെ വാല്യൂ നമ്മൾ Z ഡിസ്ട്രിബ്യൂഷനിൽ നോക്കുകയാണെങ്കിൽ, സ്റ്റാൻഡേർഡ് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ 1.2യുടെ വാല്യൂ ആയിട്ട് വരുന്നത് ഇവിടെ നമ്മൾ 1.2, ഈ ഇതിൽ തന്നെ നമ്മൾ ഈ Z കോളത്തിൽ തന്നെ 1.2യുടെ വാല്യൂ ആയിട്ട് 0.3849 എന്നുള്ളതാണ് വാല്യൂ കിട്ടുന്നത്. സോ ഇവിടെ നിന്ന് ഈ 0 കഴിഞ്ഞിട്ടുള്ളതെല്ലാം ടോട്ടൽ 0.5 ആണ്. അതിൽ 1.2 ആൻഡ് അതിൽ മോർ ദാൻ വരുന്നത് 0.3849 ആണ്. അപ്പൊ നമുക്ക് കാണാൻ പറ്റും 0.5 ഈ പോർഷൻസ് വരുന്നില്ല, ഇവിടെ വരുന്നില്ല, ഇതിന് ബാക്കിയേ വരുന്നുള്ളൂ. അപ്പോൾ ടോട്ടൽ 0.5 ആണ് ഒരു ടെയിലിൽ വരുന്നത്. 0.5ൽ നിന്നും 0.3849 ഇതുവരെ വരുന്ന വാല്യൂ ആണ്, ഇവിടം വരെ വരുന്ന വാല്യൂ ആണ് നമുക്ക് 0.3849 എന്ന് കിട്ടിയിട്ടുള്ളത്. സോ അതിന് ശേഷമുള്ളത് 0.5ൽ നിന്നും 0.3849 ലെസ് ചെയ്യുമ്പോൾ നമുക്ക് 0.1151 എന്ന് കിട്ടുന്നുണ്ട്. ഇതിനെ നമ്മൾക്ക് ഗേൾസിന്റെ നമ്പേഴ്സിലേക്ക് മാറ്റുമ്പോൾ 800 ഉണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഗേൾസ് വിത്ത് വേസ്റ്റ് മെഷർമെന്റ് മോർ ദാൻ ഓർ ഈക്വൽ ടു 72 സെന്റിമീറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 800 ഇൻറ്റു 0.1151, അതായത് 92.08 മീൻസ് 08 ആയതുകൊണ്ട് നമ്മുടെ എന്താണ്, നമ്മുടെ റൗണ്ടഡ് ഡൗൺ ആണ് ചെയ്യുക. 92 ഗേൾസിന്റെ വേസ്റ്റ് മെഷർമെന്റ്സ് എത്രയാണ്? 72 സെന്റിമീറ്റേഴ്സോ അതിൽ കൂടുതലോ ആണ്. 800ൽ 92 ഗേൾസിന്റെ വേസ്റ്റ് മെഷർമെന്റ് ആയിരിക്കും 72 അതിൽ കൂടുതലോ സെന്റിമീറ്റേഴ്സ് വരുന്നതെന്നാണ് നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഇത് എന്തിനാ അപ്പൊ ഇത് നമുക്ക് ആവശ്യം വരുമെന്നൊരു ചോദ്യം വരുമെങ്കിലും നമ്മുടെ പ്രൊജക്ട്സ് ആൻഡ് റിസർച്ച് ഒക്കെ ചെയ്യുമ്പോൾ, നമ്മൾ പ്രൈമറി ഡാറ്റ ഒക്കെ കളക്ട് ചെയ്ത് റിസർച്ച് ചെയ്യുമ്പോൾ നമുക്ക് പല ഡിസിഷൻ മേക്കിങ്ങിനും ഇത്തരത്തിലുള്ള ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ട് അതിന്റെ വാല്യൂസ് കണ്ടെത്തിയിട്ടാണ് നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്യേണ്ടി വരിക. സോ ഇതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ ഒരു പ്രോബ്ലം ഉള്ളത്. ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ഒരു പ്രോബ്ലത്തിന് അപ്പുറം കൂടുതൽ പ്രോബ്ലംസ് 1 ടെയിൽ വരുന്നതും 2 ടെയിൽ വരുന്നതും ഒക്കെ കൂടുതൽ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഇത്രയാണ് നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ പറയാനുള്ളത്. ഓക്കെ.